താനെന്തേ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അല്ല, അന്ന് വീട്ടിലൊരു സംഭവം നടന്നില്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം രാത്രിയില് ഒരുത്തൻ നമ്മുടെ മുറിയിലേക്ക് കയറി വന്നിട്ട് താൻ വിളിച്ചു വരുത്തിയാണെന്ന് പറഞ്ഞ സംഭവമല്ലേ? അതിപ്പോഴും ഓർത്തോണ്ടിരിക്കുകയാണോ? അതല്ല കണ്ണേട്ടാ, എനിക്കൊരു പരിചയമില്ലാത്ത ഒരുത്തൻ നമ്മുടെ മുറിയിൽ കയറിയിട്ട് എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ആ സംഭവത്തിന് ശേഷം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അവനെ തന്റെ ശത്രുക്കൾ ആരോ പറഞ്ഞു വിട്ടതാ. അത് തന്റെ രണ്ടാനച്ഛനാവാനും സാധ്യതയുണ്ട്. അതിനേക്കാൾ സംശയം എനിക്ക് മറ്റൊരുത്തനെ. അവന്റെ പേരോ നാളോ ഒന്നും എനിക്കറിയില്ല. കുറച്ചുനാൾ മുമ്പ് വരെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ നിരന്തരമായിട്ട് എന്നെ ശല്യം ചെയ്യുമായിരുന്നു. അവൻ എന്നെ കല്യാണം കഴിക്കണം, അതായിരുന്നു ആവശ്യം. ഒരു ദിവസം വഴിയരികിൽ വെച്ച് അവന്റെ പരിധി വിട്ടു. അവൻ എന്റെ കയ്യിൽ കടന്നു പിടിച്ചു. കർണത്തൊന്ന് പൊട്ടിക്കായിരുന്നില്ലേ? പൊട്ടിച്ചു, ആ നിമിഷം തന്നെ. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇനി അവനാണോ എന്റെ വിവാഹ ജീവിതം തകർക്കാനായിട്ട് ഒരുത്തനെ അവിടേക്ക് പറഞ്ഞയച്ചതെന്ന് അറിയില്ല. ആര് പറഞ്ഞയച്ചാലും അവരാഗ്രഹിച്ച കാര്യം നടന്നില്ലല്ലോ. പിന്നെന്തിനാ അതിനെപ്പറ്റി ഓർക്കുന്നേ? തനിക്ക് നല്ലൊരു ദാമ്പത്യം തരാൻ എനിക്ക് പറ്റില്ല. എന്നാ അതൊഴിച്ചുള്ള തന്റെ സങ്കടങ്ങൾ തീർക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നടക്കാതെ ഉടനടി എന്നോട് പറഞ്ഞേക്കണം. ഇങ്ങനൊരു കണ്ണേട്ടൻ അരികിലുള്ളപ്പോ എനിക്ക് പിന്നെ ആരെയാ പേടിക്കാനുള്ളത്? സോറി സർ, സോറി. അത് വന്നോ. എങ്ങനെയുണ്ടോ പുതിയ സ്റ്റാഫ് സാഗർ? കൊള്ളാം സാറേ, ആള് സ്മാർട്ടാ. വിശ്വസിച്ചു കൊണ്ട് നടക്കാലോ. ഓ, നടക്കാം സാറേ, നല്ല ആത്മാർത്ഥതയുണ്ട്. ശരി സാർ. അത്തരക്കാരെ കിട്ടാനേ വലിയ പ്രയാസ. അതുകൊണ്ട് തനിക്ക് എന്ത് സഹായം വേണമെങ്കിലും സാറിനോട് പറയണം. ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിലും അയാൾക്കൊപ്പം പോയ്ക്കോ. അത് അയാൾക്ക് വിഷമമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, കണ്ണേട്ടനിടയ്ക്ക് എങ്ങോട്ടാ ഓടിപ്പോയത് എന്നെ കൂട്ടാതെ? ഞാൻ എന്റെ ഭാര്യ വീട് വരെ പോയതാ. എടോ, തന്റെ വീട് വരെ പോയതാണെന്ന്. അയ്യോ, അതെന്തിനാ? ഇവിടെ വന്ന് തന്റെ രണ്ടാനച്ഛൻ വലിയ പ്രകടനമൊക്കെ നടത്തിയില്ലേ? അതിന് വ്യക്തമായ മറുപടി താൻ കൊടുത്തില്ലല്ലോ. അപ്പൊ പിന്നെ തന്റെ ഭർത്താവെന്ന നിലയില് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള കടമ എനിക്കുണ്ട്. അവിടെ പോയി വഴക്കുണ്ടാക്കിയോ? ഏയ്, വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. പറയാനുള്ളത് പറഞ്ഞു, നയം വ്യക്തമാക്കി. അതിന് താനെന്തിനോട് എങ്ങനെ വിഷമിക്കുന്നേ? ഇനി എന്നെ മറികടന്നുകൊണ്ട് അയാൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ലോറി ഡ്രൈവർമാരെ ഇഷ്ടമല്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. തന്റെ രണ്ടാനച്ഛനെ പോലെ മനുഷ്യത്വമില്ലാത്ത ഏതോ ഒരു ലോറിക്കാരനാണ് എന്റെ അച്ഛന്റെ ദേഹത്തോടെ വണ്ടി കയറ്റി ഇറക്കിയത്, എന്നെ ഇടിച്ചു തെറിപ്പിച്ചത്. അന്ന് അച്ഛനെ മാത്രമല്ല, ഞാൻ മഴ നനയാതെ കൈപ്പിടിച്ചിരുന്ന എന്റെ അയ്യപ്പസ്വാമിയും കൂടിയാ തെറിച്ചു പോയത്. പിന്നെ രണ്ടുപേരും ഞാൻ കണ്ടിട്ടില്ല. ഐസി കിടന്നുകൊണ്ട് അച്ഛന്റെ ബോഡി പോലും. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോടൊക്കെ എന്നും പറയാറുണ്ട്, മഹി, ആ ലോറി ഡ്രൈവർ അയാൾ മരിക്കുന്നതിന് മുമ്പ് എന്റെ മുമ്പിലൊന്ന് എത്തിച്ചേർന്നേന്ന്. അതുപോലെ തന്നെ ആ അയ്യപ്പസ്വാമിയെ തിരികെ കൊണ്ടു തരണേന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതേതായാലും നടന്നോ? എങ്ങനെ? അല്ല, അതുപോലൊരു അയ്യപ്പസ്വാമിയല്ലേ താനിപ്പോ നമ്മുടെ പൂജാമുറി കൊണ്ടുവച്ചിരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണല്ലോ,
എനിക്ക് ആ അമ്മ തന്ന അയ്യപ്പസ്വാമിയും താൻ കൊണ്ടുവന്ന അയ്യപ്പസ്വാമിയും ഒരു വ്യത്യാസവും ഇല്ല. എന്റെ വിളി ദൈവം കേട്ടതുപോലെ അതെന്റെ പൂജാമുറിയിൽ വരുമായിരുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.